ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റൂത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയ. നമുക്കൊരു പ്രോബ്ലം ആണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. യൂസിങ് റൂത്ത്സ് ക്രൈറ്റീരിയ ഡിറ്റർമിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ സിസ്റ്റം റെപ്രസെൻറ്റഡ് ബൈ ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പോൾ നമുക്കൊരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. s⁴ plus 8s³ plus 18s² plus 16s plus 5 is equal to 0. We comment on the location of the roots of characteristic equation. നമുക്ക് റൂട്ട്സ് ക്രൈറ്റീരിയയുടെ ഒരു പ്രോബ്ലം ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്കത് ചെക്ക് ചെയ്യണമെങ്കിൽ, അതായത് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ ടേംസും പോസിറ്റീവ് ആയിരിക്കണം. അതായത് ഇവിടെ മിസ്സിംഗ് ടേംസ് ഒന്നും പാടില്ല. അതായത് ഇവിടെ ഒരു വേരിയബിളിൻ്റെയും, അതായത് s⁴, s³ s² s, ഇവിടെ ഇപ്പോൾ നമുക്ക് എല്ലാ എസിൻ്റെ പവേഴ്സിലും അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ മിസ്സിംഗ് ടേംസ് ഒന്നുമില്ല. അല്ലെങ്കിൽ കോഎഫിഷ്യൻസ് 0 ആയിട്ടുള്ള ഒറ്റ ടേമും അവിടെ ഇല്ല. അപ്പം അങ്ങനെയാണ് വരാൻ പാടുള്ളൂ നമുക്ക്. അതായത് ഒറ്റ കോഎഫിഷ്യൻസ് ഒന്നും അവിടെ 0 ആവാനായിട്ട് പാടില്ല. അതും പോസിറ്റീവ് ആയിരിക്കണം. അഥവാ അത് 0 ആണെങ്കിൽ നമുക്ക് അവിടെ അൺസ്റ്റേബിൾ ആണെന്നാണ് പറയാം. നമുക്കിവിടെ സ്റ്റെബിലിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം റൂട്ട്സ് ക്രൈറ്റീരിയ അനുസരിച്ചിട്ട്. നമുക്ക് തന്നിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നോക്കാം. അതായത് s⁴ plus 8s³ plus 18s² plus 16s plus 5 is equal to 0. ഇവിടെ ആദ്യം തന്നെ ഹയസ്റ്റ് പവർ നോക്കാം. അപ്പോൾ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് s⁴ ആണ്. അതായത് ഈവൺ പവർ ആണ് അവിടെ ഏറ്റവും ഹയസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളവിടെ ഈവൺ പവേഴ്സും ഓഡ് പവേഴ്സും നമുക്ക് അവിടെ സെപ്പറേറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം ഈവൺ പവർ ഫസ്റ്റ് തന്നിട്ടുള്ളത് ഈവൺ പവർ ആയതുകൊണ്ട് നമ്മൾ ആദ്യം ഈവൺ പവർ ചെയ്താണ്, അതായത് s⁴. അപ്പോൾ അവിടെ ഓഡ് പവേഴ്സ് അല്ല, ഈവൺ പവേഴ്സിൻ്റെ കോഎഫിഷ്യൻസ് ആണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ s⁴ കോഎഫിഷ്യൻറ്റ് 1. ഇനി അടുത്ത ഈവൺ പവർ വരുന്നത് s² ആണ്. അപ്പോൾ അവിടെ 18, അതിൻ്റെ കോഎഫിഷ്യൻറ്റ് 18 എഴുതി. പിന്നെ അടുത്തത് കോൺസ്റ്റന്റ്, അതായത് s⁴. അപ്പോൾ അതിൻ്റെ പവർ വരുന്നത് എന്താണ്, 5 ആണ് വരുന്നത്. അപ്പോൾ അവിടെ 5 എഴുതി. അങ്ങനെ ഈവൺ പവർ ആദ്യം എഴുതി. ഇനി അതിനുശേഷം ഓഡ് പവേഴ്സിൻ്റെ കോഎഫിഷ്യൻറ്റ് നമ്മളവിടെ എഴുതി. അതായത് ഓഡ് പവർ എന്ന് പറയുമ്പോൾ s³ ആണ്. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻറ്റ് 8. ഇനി എസിൻ്റെ കോഎഫിഷ്യൻറ്റ് എത്ര വരുന്നത്, 16 ആണ്. അപ്പോൾ അവിടെ 16 എഴുതി. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഓഡ് പവർ നമുക്ക് അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളവിടെ അതുപോലെ തന്നെ എഴുതി, അവിടെ ബ്ലാങ്ക് ആയിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഈ ഒരു s³ ഉണ്ടല്ലോ, അതിൻ്റെ ആ റോ വേണമെങ്കിൽ നമുക്ക് അവിടെ ഡിവിസിബിൾ ബൈ 8 ആണ് ഈ രണ്ട് നമ്പറും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അവിടെ റേഷ്യോ എടുക്കാം. അപ്പോൾ അത് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എങ്ങനെയായിരിക്കും വരാം, ഇവിടെ 8/8 എന്ന് പറയുന്നത് 1, ഇതും 8 ഡിവിസിബിൾ ആണ്. അപ്പോൾ അവിടെ നമുക്കവിടെ 2. അപ്പോൾ ഈ ഒരു റോ നമുക്കവിടെ 1ഉം 2ഉം വെച്ചിട്ട് അവിടെ നമുക്കവിടെ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് റൂത്ത് അറേ ക്രിയേറ്റ് ചെയ്യാം. റൂത്ത് അറേ എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് പവർ s⁴ ആണ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി അതിൻ്റെ കോഎഫിഷ്യൻസ് നമ്മൾ എഴുതിയിരുന്നു, 1, 18, 5 ആൻഡ് s³ എത്രയാണ്, 1ഉം 2 ആണ്. അപ്പോൾ അത് നമ്മളവിടെ എഴുതി. ഇനി നമുക്ക് s² കണ്ടുപിടിക്കണം. അപ്പോൾ s² കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ 1നെ നമ്മളിവിടെ ഈ 18 ആയിട്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 × 18 മൈനസ് 1 × 2 ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടാം, 18 മൈനസ് 2 ഡിവൈഡഡ് ബൈ, നമ്മൾ ഡിവൈഡ് ചെയ്യണത് ഈ ഒരു നമ്പർ വെച്ചിട്ടാണ്. അതായത് ഫസ്റ്റ് കോളത്തിലത്തെ ആ ഫസ്റ്റ് നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണ്, ഈ ഒരു റോ വെച്ചിട്ടാണല്ലോ. അപ്പോൾ അവിടെ നമ്മൾ ആ ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളവിടെ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ 1 × 18 മൈനസ് 1 × 2/1. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടാം, 16 ആണ് നമുക്കവിടെ വരുന്നത്. ഇനി അടുത്ത എലമെൻറ്റ്, അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി, ഈ ഒരു റോ എന്ന് പറയുന്നത് നമുക്ക് 16 അവിടെ എഴുതാം. ഇനി അതിന് ശേഷം നമുക്ക് ഇത് ഈ ഒരു എലമെൻറ്റ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, ഇതേപോലെ തന്നെ ഈ ഒരു കോളം നമ്മളവിടെ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇതിന് പകരം നമ്മൾ ഈ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കോളം വെച്ചിട്ടാണ്. അപ്പോൾ 1 × 5 മൈനസ് 1 × 0, അതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. 1 × 5 മൈനസ് 1 × 0 ബൈ, വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യണത് ഈ ഒരു എലമെൻറ്റ് വെച്ചിട്ടാണ് നമ്മളോട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കവിടെ എത്ര കിട്ടാം, 5 ആണ് അവിടെ വാല്യൂ കിട്ടുക. അപ്പോൾ ഇതാണ് അവിടെ വാല്യൂ. ഇനി s⁴ കോഎഫിഷ്യൻറ്റ് ആ ഒരു വാല്യൂ നമ്മളവിടെ കണ്ടുപിടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നോക്കാം, ഇതാണ് ആ 16 ആണ് വരുന്നത് അല്ലേ. 16 × 2 മൈനസ് 1 × 5 അതാണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ ഡിവൈഡഡ് ബൈ, നമ്മൾ ഈ ഒരു ഇപ്പോൾ നമ്മൾ അടുത്ത റോ ആണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ അടുത്ത റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് 16 ആണ്. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് 16 വെച്ചിട്ടാണ് നമ്മളവിടെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ 16 × 2
മൈനസ് 1 × 5/16 നമുക്ക് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 1.7 എന്ന് നമുക്ക് അവിടെ വരും. 1.6 സംതിങ് ആണ് വാല്യൂ വരുന്നത്. റൗണ്ട് ഓഫ് ചെയ്തിട്ട് 1.7 എന്ന് എഴുതി. അപ്പോൾ അവിടെ എസിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് നമ്മളോട് 1.7 കിട്ടി. നമുക്ക് പിന്നെ അടുത്ത റോയിൽ പിന്നെ എലമെൻറ്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇനി അടുത്തത് ഇവിടെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഇനി അടുത്തത് S⁻0ൻ്റെ കോഎഫിഷ്യൻ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ S⁻0 എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ, 1.7 × 5 മൈനസ് 16 × 0 ബൈ നമ്മളിനി ഡിവൈഡ് ചെയ്യേണ്ടത് ഈ 1.7 വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് അവിടെ എഴുതിയിട്ടുള്ളത് 1.7 × 5 മൈനസ് 16 × 0 ബൈ 1.7. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, അവിടെ 5 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ റൂട്ട് അറേ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആ റൂട്ട് അറേയിലെ ഫസ്റ്റ് കോളം നോക്കാം. ഇവിടെ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ എല്ലാ എലമെൻറ്റ്സും നമുക്കിവിടെ പോസിറ്റീവാണ്. ഓർ അവിടെ സൈൻ ചേഞ്ച് ഒന്നും ഇല്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, അവിടെ എല്ലാ റൂട്ടുകളും ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലാണ് കിടക്കുന്നതെന്ന് പറയാം. അങ്ങനെ ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലാണ് നമ്മുടെ റൂട്ട് എന്നുണ്ടെങ്കിൽ നമുക്കവിടെ സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് പറയാം. ഇങ്ങനെയാണ് നമ്മളവിടെ റൂട്ട് ഹർവിറ്റ്സ് ക്രൈറ്റീരിയ അനുസരിച്ച് നമ്മളിവിടെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാം.